നമസ്കാരം, എല്ലാവർക്കും സത്താൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നീതു. ഇന്ന് സത്താൻ മനുവിൽ ഞാനൊരു രസം റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി രസം. ഈ രസം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ തൊണ്ടവേദന, പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് കുടിച്ചാൽ നല്ലൊരു ആശ്വാസമായിരിക്കും. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിന് രസത്തിൻ്റെ പൊടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മസാല നമുക്കിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇപ്പോൾ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല തൊണ്ടവേദനയൊക്കെ ആണെങ്കിൽ കുറച്ചധികം കുരുമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മളിതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടി ആവിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാതെ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മളിനി ചതക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചതക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പനിയൊക്കെ ഉള്ള സമയത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ കുരുമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ നമുക്കിനി വെളുത്തുള്ളി ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മെഡിസിനൽ പർപ്പസ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പനി വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ നമ്മൾ രസം കുടിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ചതഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിൽ അതും നമുക്ക് ഈ മസാലയുടെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ വഴട്ടാണ് വേണ്ടത്. അതുകൊണ്ട് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് രസം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ അതിന് മുമ്പേ പുളിവെള്ളം കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. രസത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ രസം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്കും പുളിവെള്ളം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പുളി നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. തക്കാളി രസമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുക. പാത്രം നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് നല്ലെണ്ണ എടുക്കാം, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രസത്തിന് കുറച്ചധികം ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ഉഴുന്ന്, പിന്നെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇത് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിയായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, കാരണം ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസാല, അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, കാരണം നമ്മൾ കുരുമുളകൊക്കെയാണ് ഇങ്ങനെ ചുമക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയുടെ മുഴുവനും സ്മെല്ലൊക്കെ അങ്ങ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകും ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പഴുത്ത നല്ല വലിപ്പമുള്ള ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഈ രസം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 പേർക്ക് കഴിക്കാനുള്ള രസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി തക്കാളി ഇതൊന്ന് വെന്ത് കിട്ടണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ തക്കാളി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് നിൽക്കില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതും നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മളിതിനി ഡയല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക്
അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു പാകത്തിലുള്ള ഒരു പാകം വരുന്നത് വരെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ തിളക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അത് ചേർക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കാതിരിക്കുക. അപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യാതെ അതൊന്ന് തിളച്ച് വരണം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ അതൊന്ന് തിളച്ച് കിട്ടിക്കോളും. അപ്പോൾ അതാ നമ്മുടെ രസമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. രസം അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ഇതുപോലെ ഇതാ മുകളിൽ പത വരുന്നുണ്ടല്ലോ, ആ വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ അധികം നേരം രസം തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോവും. ആ മസാലയുടെ ടേസ്റ്റൊക്കെ അങ്ങ് പോയി പോവും. അപ്പോൾ അതാ നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം, തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ, മറക്കാതെ. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്